നല്ലൊരു വീട് വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലേ? എന്നാൽ സാധാരണ വീടുകളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളത്തിനടിയിലെ വീടുകൾ മുതൽ സമുദ്രത്തിന് നടുവിലുള്ള കോട്ടകൾ വരെ അത്തരത്തിൽ അവിശ്വസനീയമായ കുറച്ച് വീടുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഡോക്ടർ സ്യൂസ് ഹൗസ്. ഒട്ടുമിക്ക ആളുകൾക്കും ഒരു വീട് മതിയാകും. എന്നാൽ അലാസ്കയിലെ ടാക്കിറ്റ്നയിലുള്ള ഗോസ് ക്രീക്ക് ടവർ എന്നറിയപ്പെടുന്ന ഈ വീട് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇതിന്റെ ഡിസൈൻ ഒരു ഡസൻ ചെറിയ വീടുകൾ മുകളിൽ അടുക്കിയതുപോലെ ഇരിക്കും. ഇത്തരത്തിൽ നിർമ്മിക്കുന്നതിന് ക്രെയിൻ ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത സ്റ്റീൽ സപ്പോർട്ടുകളുടെ പാളുകൾ ഉപയോഗിച്ചാണ് സൃഷ്ടിച്ചത്. 20 വർഷത്തിനിടയിൽ 2 നിലകളുടെ വീട് മാത്രമായി ആദ്യം പദ്ധതി ഇട്ടിരുന്നതിലേക്ക് തുടർച്ചയായി ചേർക്കാൻ ഉടമ തന്റെ എഞ്ചിനീയറിംഗ് അറിവ് ഉപയോഗിച്ചു. വീടിന്റെ ഉയർച്ച കൂടിയതിനാൽ ഉടമയ്ക്ക് ഫെഡറൽ എയർ സ്പേസിൽ പ്രവേശിക്കാതെ ഉയരത്തിൽ പണിയാൻ കഴിയാത്ത അവസ്ഥ വന്നത്രേ. എന്തൊക്കെയായാലും പേടിയുള്ളവർക്ക് ഇതിന്റെ ഏറ്റവും മുകളിൽ കയറാൻ പറ്റില്ലെന്നർത്ഥം. കാസ ബ്രൂട്ടലി. പാറകൾക്കിടയിൽ ഒരു വീട് നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുമോ? എന്നാൽ പൂർണ്ണമായും പാറകൾക്ക് നടുവിൽ വീട് നിർമ്മിച്ചിരിക്കുന്നതാണിത്. കാസ ബ്രൂട്ടലി എന്നാണ് ഈ അതിശയകരമായ വീട് അറിയപ്പെടുന്നത്. പൂർണ്ണമായും കട്ടിയുള്ള ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച കടലിന് അഭിമുഖമായ ഭിത്തികളോട് കൂടിയ ഒരു പാറക്കെട്ടിൽ നിർമ്മിച്ചിരിക്കുന്നതാണിത്. മറ്റൊരു പ്രത്യേകത, ഇതിന്റെ മുകളിൽ ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഇൻഫിനിറ്റി പൂൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ഈ മാളികയിലെ എല്ലാ റൂമുകളിലും അലയടിക്കുന്ന രീതിയിലുള്ള വെള്ളം ഫിൽട്ടർ ചെയ്ത ഒരു വെളിച്ചം നൽകുന്നു. മാത്രമല്ല, ഒരു ആധുനിക വീടിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇതിന്റെ ഉള്ളിലുണ്ടത്രേ. അപ്സൈഡ് ഡൗൺ ഹൗസ്. ഇതാണ് അപ്സൈഡ് ഡൗൺ ഹൗസ്. ജർമ്മനിയിലെ വിൻസെന്റ് വേഗിലുള്ള ഒരു വീടാണിത്. ഒരു വീട് മറിച്ചിട്ടാൽ എങ്ങനെയിരിക്കും, അതുപോലെ തന്നെയാണ് ഇതിന്റെ പുറംഭാഗവും ഉൾഭാഗവും. എന്നാൽ ഇപ്പോൾ ഈ വീട്ടിൽ യഥാർത്ഥത്തിൽ ആരും താമസിക്കുന്നില്ല. ഇതൊരു ആർട്ട് ഇൻസ്റ്റാളേഷനും പ്രായോഗിക പരിമിതികളും ഉള്ളതിനാൽ സീലിംഗിൽ ടോയ്ലറ്റും നിലത്ത് ലൈറ്റുകളും എന്ന രീതിയിൽ ഉള്ളിൽ വരെ തലകീഴായാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ഇവിടെ അധിക നാൾ താമസിക്കാൻ സാധിക്കുന്നില്ല. ഉള്ളിലുള്ള ഇത്തരം മാറ്റങ്ങൾ പലർക്കും തലകർക്കം വരെ അനുഭവപ്പെടുത്തുന്നു. എന്തൊക്കെയായാലും ഇപ്പോൾ നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ ഇത് സന്ദർശിക്കാൻ വരുന്നുണ്ടത്രേ. ദി ഡെസേർട്ട് ഹൗസ്. ഒറ്റ നോട്ടത്തിൽ ഈ ശിലാഫലകങ്ങൾ മരുഭൂമിയുടെ കൗതുകകരമായ പ്രകൃതിദത്തമായ ഒരു സവിശേഷതയായി തോന്നാം. എന്നാൽ ഇത് കാലിഫോർണിയൻ മരുഭൂമിയിലെ ജോഷുവ ട്രീയിലെ ഒരു യഥാർത്ഥ വീടാണ്. മണൽ നിറമുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ കൊണ്ട് നിർമ്മിച്ചതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള പാറകളുമായി ഇവ തടസ്സമില്ലാതെ ലയിക്കുന്നു. ഇത് ഈ വീടിനെ മരുഭൂമിയിലെ ഒരു ഭാഗമായി തോന്നിപ്പിക്കുന്നു. എന്നാൽ ഇതിന്റെ ഉൾഭാഗത്ത് കോൺക്രീറ്റും ഗ്ലാസും നിറഞ്ഞ മേൽക്കൂരയിലൂടെ വെളിച്ചം അരിച്ചിറങ്ങുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഉള്ളിൽ പാറകൾ, കൽത്തറകൾ, തടി കൊണ്ടുള്ള അലങ്കാരങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. അവിടുത്തെ പരിസ്ഥിതിയിൽ മാറ്റം വരുത്താതെയാണ് ഈ വീട് പണിതിരിക്കുന്നത്. ലക്ഷറിക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇതിന്റെ ഉള്ളിലും സജ്ജമാണ്. ലക്ഷറി ട്രീ ഹൗസ്. നിങ്ങൾക്ക് ഏറുമാടങ്ങളിൽ താമസിക്കാൻ ഇഷ്ടമാണോ? എന്നാൽ അത്തരത്തിലുള്ള ലക്ഷറി ആയ ഒരു ഏറുമാടമാണ് മിറർ ക്യൂബ്. ഇതിന്റെ ചുറ്റും കണ്ണാടികൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഈ ഏറുമാടത്തെ കാണാൻ സാധിക്കാത്ത വിധം മരങ്ങൾക്കിടയിൽ ഒളിപ്പിക്കുന്നു. കണ്ണാടികൾ മരത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇതിനു കാരണം. ഇതിന്റെ അകത്ത് 2 ആളുകൾക്ക് ഒരു ലളിതമായ വനപ്രദേശം ആസ്വദിക്കാൻ മതിയായി ഇടം നൽകുന്നു. 2 ബെഡ്റൂമുകളും കോവേണിയിൽ കയറാൻ സാധിക്കുന്ന മേൽക്കൂരയുള്ള ഒരു ടെറസും ഇതിനുണ്ടത്രേ. എന്തൊക്കെയായാലും ഫോറസ്റ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയൊരു വീടായിരിക്കും ഇത്. ഫ്ലോട്ടിംഗ് ഹോംസ്. ഹൗസ് ബോട്ടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ വെള്ളക്കെട്ടുള്ള ഒരു വീടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദുബായ് തീരത്ത് നിർമ്മിക്കുന്ന 130 വീടുകളുടെ ഒരു ഭാഗമാണ് ഈ ഫ്ലോട്ടിംഗ് ഹോം. ഇതിന്റെ കിടപ്പുമുറി ഏറ്റവും താഴത്തെ നിലയിലാണ്, അതായത് സമുദ്രത്തിന് അടിയിൽ. ഇത് പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു. മത്സ്യങ്ങൾക്കൊപ്പം ഉറങ്ങുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ ഗ്ലാസ് ജനാലകൾ സമുദ്രത്തിനടിയിലെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളുടെ റൂമിലിരുന്ന് കാണാൻ അനുവദിക്കുന്നു. എന്നാൽ മുകളിലേക്ക് കയറിയാൽ സ്വന്തം മിനി ബോട്ടും ഹോട്ട് ടബുമുള്ള ഒരു ഉയർന്ന തലത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു വീടാണ് ആർക്ക് എന്നറിയപ്പെടുന്നത്. ഈ വാസയോഗ്യമായ വീടിന് ബോട്ടുകൾ പോലെ ചുറ്റിക്കറങ്ങാൻ കഴിയും. എന്നാൽ ഒരു വീടിന് വേണ്ട എല്ലാ ആഡംബരങ്ങളും ഇതിനുള്ളിലുണ്ട് താനും. $5.5 മില്യൺ ഇപ്പോൾ ഇവ വാങ്ങാൻ ലഭ്യമാണ്. ഇതിന് 2 നിലകളും 4 കിടപ്പുമുറികളും അത്യാധുനിക ഫർണിച്ചറുകൾ, ജലത്തെ അഭിമുഖീകരിക്കുന്ന ബാൽക്കണികൾ എന്നിവയുണ്ട്.
ഇതിന്റെ മുകളിലുള്ള സോളാർ പാനൽ ഇതിനാവശ്യമായ ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. ഹൗസ് എന്നെ ഈ വീട് മറയ്ക്കാനൊന്നുമില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ഇത് ഏതാണ്ട് പൂർണ്ണമായും ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതാണ്. ടോക്കിയോയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ എല്ലാ മതിലുകളും പൂർണ്ണമായും കാണാവുന്നതാണ്. അതായത് വീടിനുള്ളിൽ നിങ്ങളെ എല്ലാവർക്കും കാണാൻ സാധിക്കുമെന്നർത്ഥം. ഹൗസ് എന്നെ കാണാൻ ആധുനിക ട്രീ ഹൗസുകൾ പോലെ തന്നെയാണ്. വെളുത്ത സ്റ്റീൽ സ്ട്രോട്ടുകൾ ശാഖകളെ പ്രതിനിധീകരിക്കുന്നു. റൂമുകൾക്ക് പകരം ചെറിയ ഗോവേണികളിലൂടെ നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകളാണ് ഇതിനുള്ളത്. എന്തൊക്കെയായാലും ഈ വീട് അവിടെയുള്ളവർക്കെല്ലാം ഒരു അത്ഭുതമായി മാറിയിരിക്കുകയാണത്രേ. വില്ല വാൽസ്. ഒരു കൂട്ടം ആർക്കിടെക്റ്റുകൾ ആൽപ്സ് പർവ്വതനിരകളിൽ ഒരു മാളിക പണിയാൻ തീരുമാനിച്ചപ്പോൾ മനോഹരമായ പർവ്വത പുൽമേടുകൾ നശിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. അതിനു പകരമായി ഒരു ഭൂഗർഭ ഭവനം അവർ സൃഷ്ടിച്ചു. മാളികയുടെ ഒരു നീണ്ട മതിൽ പുറം ലോകവുമായി തുറന്നു കാട്ടുന്നതിനാൽ ധാരാളം സൂര്യപ്രകാശവും മനോഹരമായ ആൽപൈൻ കാഴ്ചകളും ഉറപ്പു നൽകുന്നു. ഭൂഗർഭ വീടുകൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു വീട് കണ്ടു കാണാൻ സാധ്യതയേയില്ല. ഇതിൻ്റെ മുൻഭാഗം ഒഴികെ ബാക്കി ഭാഗങ്ങളെല്ലാം ഉള്ളിലേക്ക് എന്ന രീതിയിലാണുള്ളത്. എന്നാലും ഇതിൻ്റെ ഉള്ളിൽ നല്ല സൗകര്യവും മനോഹരമുള്ളതുമാണ്. ദി സേഫ് ഹൗസ്. വാർസോയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന സേഫ് ഹൗസ് ഒരു സോംബി അപ്പോക്ലിപ്സിനെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ലോകത്തിലെ ഏക ഭവനമാണ്. ഒറ്റ നോട്ടത്തിൽ ഇത് ഒരു ആധുനിക മാളികയാണെന്ന് തോന്നുന്നു. എന്നാൽ ഒരു സ്വിച്ച് അമർത്തിയാൽ ഇതിൻ്റെ മെക്കാനിക്കൽ കോൺക്രീറ്റ് ഭിത്തികളും ശക്തമായ സ്റ്റീൽ ഷട്ടറുകളും അടഞ്ഞ് ഇതൊരു ബോക്സ് പോലെയായി മാറുന്നു. എന്തിനധികം താഴെ പോകാതെ പ്രത്യേക സ്വിമ്മിംഗ് പൂൾ കെട്ടിടത്തിലേക്ക് പോകാൻ ഒരു സോ ബ്രിഡ്ജ് പോലും ഇതിനുണ്ട്. സോംബികൾ വന്നില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കത്തിന് ഇത്തരമൊരു വീടുണ്ടെങ്കിൽ നന്നായിരുന്നു, അല്ലേ? ഹൗസ് ഓൺ ദി ക്ലിഫ്. സ്പെയിനിലെ സാലോബ്രേനയിലെ ഒരു പാറക്കെട്ടിന് നേരെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഉടമകൾക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെടുകയും എന്നാൽ അവിടെ എങ്ങനെ വീട് വെക്കുമെന്ന് അവർക്കൊരു ഐഡിയയും ഇല്ലായിരുന്നു. എന്നാൽ അവർ നിയമിച്ച ആർക്കിടെക്റ്റുകൾ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തി. ഈ വീട് യഥാർത്ഥത്തിൽ പാറയിൽ കൊത്തിയെടുത്ത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മെറ്റൽ പ്ലേറ്റിംഗിൽ നിർമ്മിച്ച വിചിത്രമായ അലകളുടെ മേൽക്കൂര പാറക്കെട്ടുകൾ നിറഞ്ഞ ചുറ്റുപാടുമായി ലയിപ്പിക്കാൻ ഈ വീടിനെ വളരെയധികം സഹായിക്കുന്നു. അതേസമയം താഴെ അലയടിക്കുന്ന കടൽ നല്ല ഒരു കാഴ്ച സൃഷ്ടിക്കുന്നു. ഈ വീടിനോട് ചേർന്ന് ഒരു സ്വിമ്മിംഗ് പൂൾ പോലും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ദി സ്റ്റീൽ ഹൗസ്. ടെക്സസിലെ ഈ സ്റ്റീൽ ഹൗസ് ഒരു വീട് പോലെ തോന്നുകയേയില്ല. പലർക്കും ഇത് ലോഹം കൊണ്ട് നിർമ്മിച്ച ഒരു പന്നിയെ പോലെ തോന്നുന്നു. എന്നിരുന്നാലും ഈ അസാധാരണമായ വീട് യഥാർത്ഥത്തിൽ പൂർത്തിയായിട്ടില്ല. കാരണം 2008 ഇതിൻ്റെ ആർക്കിടെക്ട് നിർഭാഗ്യവശാൽ മരിച്ചു. എങ്കിലും ഈ വീട് വളരെ ആകർഷണീയമാണ്. പൂർണ്ണമായും കൈകൊണ്ട് വെൽഡ് ചെയ്ത സ്റ്റീലും ഗ്ലാസും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മലയിടുക്കിൻ്റെ അരികിലുള്ള സ്ഥാനവും ഈ വീടിനെ മനോഹരമായ ഒരു കാഴ്ച നൽകുന്നു. ഇതിൻ്റെ ഉൾഭാഗം ശൂന്യമാണെങ്കിലും എന്തൊരു ഭംഗിയാണല്ലേ. ദി ഗോസ്റ്റ് ഹൗസ്. ഫ്രാൻസിലെ ഗോസ്റ്റ് ഹൗസ് പല കാലഘട്ടങ്ങളിൽ ജയിൽ ഹൗസായും സ്കൂളായും ശവസംസ്കാര ഭവനമായും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് തികച്ചും പുതിയൊരു ജീവൻ നൽകാനുള്ള ശ്രമത്തിൽ 2 കലാകാരന്മാർ ചേർന്ന് അതിനെ ഒരു വലിയ സൃഷ്ടിയാക്കി മാറ്റി. പോളിസ്റ്റൈറൈൻ, റൈസിൻ, തിളങ്ങുന്ന വെളുത്ത പെയിന്റ് എന്നിവയുടെ കട്ടിയുള്ള പാളികൾ കൊണ്ട് പൊതിഞ്ഞ് ഈ വീടിനെ മനോഹരമാക്കി. ക്ലാസിക് വൈറ്റ് ഷീറ്റ് ഭേദങ്ങളോട് സാമ്യമുള്ള എന്തെങ്കിലും സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇവരിത് ചെയ്തത്. ഈ വീട് കാണുമ്പോൾ വെള്ള പെയിന്റ് മറിഞ്ഞ പോലെ തോന്നുമെങ്കിലും ഇത് കാണാൻ പലരും ഇവിടെ വരാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഈ ഹൗസിൽ താമസിക്കാൻ കഴിയില്ല. കാരണം ഇത് നിലവിൽ ഒരു സന്ദർശക കേന്ദ്രമായി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ദി ഹീലിയോട്രോപ്പി. 1994 റോൾഫ് ഡിഷ് എന്ന വ്യക്തി ജർമ്മനിയിലെ ഫ്രീബർഗിൽ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഈ സിലിണ്ടർ ആകൃതിയിലുള്ള വീട് നിർമ്മിച്ചു. സൂര്യന്റെ ചലനത്തെ പിന്തുടർന്ന് പരമാവധി സൗരോർജ്ജം പ്രയോജനപ്പെടുത്താൻ അനുവദിക്കുന്ന ഈ വീട് യഥാർത്ഥത്തിൽ സൂര്യന്റെ ചലനത്തിനനുസരിച്ച് കറങ്ങുന്നു എന്നതാണ് ഇതിന്റെ അത്ഭുതകരമായ കാര്യം. ഇത് പൂർണ്ണമായും ഊർജ്ജ കാര്യക്ഷമവും പുനരുപയോഗിക്കാൻ കഴിയുന്നതുമാണ്. ഇതിൽ അത്യാധുനിക ഗ്രീൻ എനർജി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീട് ചൂടാക്കാൻ അതിന് കാര്യക്ഷമമായ ഇൻസുലേറ്റിംഗ് സാമഗ്രികളുടെ സംയോജനത്തിൽ നിന്നും അതിൻ്റെ ചുവരുകൾക്ക് ചുറ്റുമുള്ള ലോഹ സോളാർ തലമരുകൾ സഹായിക്കുന്നു. അതേസമയം വീട്ടിലെ താമസക്കാരുടെ മാലിന്യങ്ങളെല്ലാം ആധുനിക ശുദ്ധീകരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കമ്പോസ്റ്റ് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്നു.
വീടിനാവശ്യമായതിനേക്കാൾ 5 ഇരട്ടിയിലധികം ഊർജം ഈ വീട് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു അത്രേ. ദി എഗ് ഹൗസ്. ഇരുമ്പ്, കമ്പി, മുള, മണൽ ചാക്കുകൾ എന്നിവയൊന്നും ഉപയോഗിക്കാതെ പരിസ്ഥിതി സൗഹൃദമായ ഒരു ചെറിയ വീടാണിത്. ഈ വിചിത്രമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആർക്കിടെക്റ്റായ ഡായ് ഹൈഫെ എന്ന വ്യക്തിയാണ്. തിരക്കേറിയ നഗരങ്ങളിൽ നൂതനവും ചെലവ് കുറഞ്ഞതുമായ ജീവിതമാർഗങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനുള്ള രസകരമായ മാർഗമായാണ് ഈ വിചിത്രമായ വീട് നിർമ്മിച്ചത്. 2010 ഇതിന്റെ പ്രവർത്തനക്ഷമത തെളിയിക്കാൻ അദ്ദേഹം ഇതിൽ താമസിച്ചു. തണുപ്പ് കാലത്ത് തണുപ്പ് കൂടിയപ്പോൾ മാത്രമാണ് അദ്ദേഹം ഇവിടെ നിന്ന് മാറിയത്. ഇത് ചെറിയ വീടാണെങ്കിലും ഇതിൽ സോളാർ പവറും സുഖപ്രദമായ കിടക്കയും ഉൾപ്പെടെ ആവശ്യ വസ്തുക്കളിൽ ഭൂരിഭാഗവും ഉണ്ട്. മഴ പെയ്യുമ്പോൾ ഈ വീടിനെ ഒരു പുൽത്തകിടാക്കി മാറ്റാൻ ക്ലാഡിംഗ് പുൽവിത്ത് സഹായിക്കുന്നു. എന്നിരുന്നാലും പുല്ല് വളരുന്ന കാലഘട്ടത്തിൽ ഇത് പൂപ്പൽ പിടിച്ച പഴയ മെത്ത പോലെ കാണപ്പെടുന്നു. ചെറിയ വീട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീട് ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല. കാസ ഡി പെനേഡോ. പാറകൾക്കിടയിലെ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എങ്കിൽ പോർച്ചുഗലിലെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. 4 ഭീമമായ പാറകൾക്കിടയിൽ നിർമ്മിച്ച ഇതൊറ്റ നോട്ടത്തിൽ പോലും കണ്ടാൽ തിരിച്ചറിയാനാവാത്ത വിധം ഒരു വീടാണ്. സമാധാനപരമായ ഒരു അവധിക്കാല ട്രീറ്റായി വീട് ഉപയോഗിക്കാനായിരുന്നു ഉടമകൾ പദ്ധതിയിട്ടത്. എന്നാൽ ഇതിനെ പറ്റിയുള്ള വാർത്തകൾ അതിവേഗം പ്രചരിക്കുകയും താമസിക്കാതെ വിനോദസഞ്ചാരികൾ ഇത് കാണാനായി എത്തുകയും ചെയ്തു. ഒടുവിൽ ഉടമകൾ ഇവിടുന്ന് സ്ഥലം മാറി. ഇപ്പോൾ ഒരു ചെറിയ മ്യൂസിയമായാണ് ഈ വീട് പ്രവർത്തിക്കുന്നത്. എന്നാൽ വൈദ്യുതിയില്ലാത്ത ഈ കെട്ടിടത്തിലെ കാര്യങ്ങൾ ഇപ്പോഴും വളരെ സ്വാഭാവികമാണ്. വീൽ ഹൗസ്. ഒരു കോട്ടയിൽ ജീവിക്കാൻ ആരാണ് സ്വപ്നം കാണുന്നത്? എന്നാൽ കോട്ടയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീടാണിത്. ന്യൂസിലാൻഡിലെ ടാറ്റോ ഓൺ വീൽസ് എന്നറിയപ്പെടുന്ന വ്യത്യസ്തതയുള്ള ഒരു മൊബൈൽ ഹോമാണിത്. ഇതൊരു ചെറിയ കോട്ട പോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വീട് നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളിലേക്ക് മടക്കാവുന്ന പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഗോപുരങ്ങൾ മടക്കി വെച്ച് ഈ വാഹനത്തിനെ വളരെ നല്ല രീതിയിൽ ഓടിച്ചു മുന്നോട്ട് പോകാൻ ഇത് സഹായിക്കുന്നു. എന്നാൽ ആവശ്യമുള്ള സ്ഥലത്തെത്തുമ്പോൾ വശങ്ങളിലെ വാതിലുകൾ തുറക്കുന്നു. ഒപ്പം ഗോപുരങ്ങൾ വെളിയിൽ വരുന്നു. അകത്ത് ആകർഷകമായ സ്ഥലം ലഭിക്കുന്ന അലങ്കാരം ഈ കോട്ടയെ ഒരു ചെറിയ കുടുംബത്തിന് അനുയോജ്യമായ വീടാക്കി മാറ്റുന്നു. ചെറിയ ബജറ്റിൽ റോയലായി ജീവിക്കാനുള്ള മികച്ച ഒരു മാർഗം. സ്പിറ്റ് ബാങ്ക് ഫോർട്ട്. സമുദ്രത്തിന് നടുവിൽ ഒരു കോട്ടയുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? എന്നാൽ അത്തരത്തിലുള്ളതാണ് സ്പിറ്റ് ബാങ്ക് ഫോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കെട്ടിടം. കടലിന് നടുവിനായി കുറച്ചു പൊക്കത്തിൽ ഒരു കോട്ട പോലെയാണ് ഇത് പണിതിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ പ്ലീമൗത്തിൽ കാവൽ നിൽക്കുന്ന 100 കണക്കിന് പട്ടാളക്കാർ താമസിക്കുന്ന ഒരു കടൽ കോട്ടയായിരുന്നു ഇത്. എന്നാൽ കാലക്രമേണ ഇപ്പോൾ ഇതൊരു ലക്ഷറി ഹോട്ടലായാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ചൂടുള്ള സ്വിമ്മിംഗ് പൂളുകൾ, സൺബാത്ത് സ്പോട്ടുകൾ, ഒരു ബാർ പോലും ഉണ്ട്. ഇത്തരത്തിൽ ലക്ഷറിയായി ഒരു ഹോട്ടൽ താമസം സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കോട്ട. എന്നാൽ താൽക്കാലികമായി താമസിക്കാൻ മാത്രമേ ഇപ്പോൾ ഇവിടെ സാധിക്കൂ. വോൾക്കാനോ ഹൗസ്. അഗ്നിപർവ്വതത്തിലെ ഒരു വീട്ടിൽ താമസിക്കാൻ എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? എങ്കിൽ കാലിഫോർണിയയിലെ ന്യൂബെറി സ്പ്രിങ്സിൽ അഗ്നിപർവ്വത സിൻഡർ കോണിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് നിർമ്മിക്കാൻ ഒരു ആർക്കിടെക്ട് ചിന്തിച്ചു. എന്നാൽ അദ്ദേഹം അത് പൂർത്തിയാക്കുകയും ചെയ്തു. ഇപ്പോൾ ഇത് പൂർണ്ണമായും സുരക്ഷിതമായ ഒരു വീടാണ്. ഇപ്പോൾ അതിന്റെ മുകളിൽ താമസിക്കുന്ന നിവാസികൾക്ക് അനുയോജ്യമായ ഒരു പോയിന്റ് വരെ നൽകുന്നു. മൊജാവോ മരുഭൂമിയുടെ മധ്യത്തിൽ ഒരു പറക്കും തളിക ലാൻഡ് ചെയ്തതുപോലെയാണ് ഇതിന്റെ ഘടന. ഈ ബഹിരാകാശ കാലത്തെ മാളികയിൽ മരുഭൂമിയിലെ മണൽ കൂനകൾക്ക് മുകളിലൂടെ നീണ്ടു കിടക്കുന്ന ആകാശത്തിന്റെ അതിശയകരമായ കാഴ്ചകളും നല്ലൊരു വ്യൂ നൽകുന്നു. ഇതിന്റെ മികച്ച അലങ്കാരവും സ്വകാര്യ തടാകവും മറ്റൊരു പ്രത്യേകതയാണ്. ഇതൊക്കെ ചിന്തകളാണല്ലേ. അഗ്നിപർവ്വതത്തിന്റെ മേലെ വരെ വീടുകൾ പണിയുന്നു. ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ.